2021 16 മുതൽ 16 തെരഞ്ഞെടുപ്പിലേക്കാണ് വരുമ്പോൾ അവരുടെ വിചാരത്തിന് വിരുദ്ധമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 16 ഭരണത്തിലേക്ക് വരുന്നുണ്ട്. 91 സീറ്റുമായി വന്നിട്ടുണ്ട്. അപ്പോൾ 16 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിൽ അവിടെ സ്വാഭാവികമായും UDFും കോൺഗ്രസും പ്രതിപക്ഷത്താണ്. പ്രതിപക്ഷ നേതാവായി അന്ന് നടന്ന ചർച്ചകളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് അത് ചർച്ചയ്ക്ക് അനിവാര്യമാണെങ്കിൽ നമുക്കതിലേക്ക് പോകാം. അവിടെ ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകുന്നു. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി നിന്നുകൊണ്ടാണ് 2021 തെരഞ്ഞെടുപ്പിന് നേതൃത്വപരമായ സമീപനം UDF കൊടുക്കുന്നത്. ആ നേതൃത്വപരമായ സമീപനത്തിന് ശേഷം 2021 UDFിൻ്റെ നിർഭാഗ്യത്തിന് വീണ്ടും LDF തന്നെ അധികാരത്തിലേക്ക് വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഒരു പ്രതിപക്ഷ നേതാവ് വേണം. പ്രതിപക്ഷ നേതാവ് ഉണ്ടാകേണ്ടത് ജനാധിപത്യ പ്രക്രിയയിൽ അനിവാര്യമാണ്. അതിന് ശ്രീ രജി ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള കോൺഗ്രസിൻ്റെ കീഴ്വഴക്ക പോലെ എന്ന നിലയ്ക്ക് ഇന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജുന ഖാർഗെയുടെ നേതൃത്വത്തിൽ 3-4 പേര് കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നപ്പോൾ ഇവിടെ ഒരു അശരീരി പരന്നിട്ടുണ്ടായിരുന്നു. ഈസ് ദർ എനി അതർ കാൻഡിഡേറ്റ് ഓർ എനി മാൻഡേറ്റ് ഫ്രം ഡൽഹി ടു കേരള ടു നോമിനേറ്റ് സംബഡി? ഇഫ് സോ പ്ലീസ് മെൻഷൻ ദ നെയിം. അങ്ങനെ ഡൽഹിയിൽ നിന്ന് വല്ല തിട്ടൂരവും നിങ്ങൾക്കുണ്ടോ? ഇന്നയാളെ പ്രതിപക്ഷ നേതാവായി വാഴിക്കണം എന്നതിനെക്കുറിച്ച് വലിയ നിർദ്ദേശവും ഉണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ തന്നെ ആ പേര് അങ്ങോട്ട് നിർദ്ദേശിച്ചോളാം എന്ന് മല്ലികാർജുന ഖാർഗെയോട് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതായിട്ടാണ് എനിക്കുള്ള വിവരം. എന്നിട്ട് അപ്പോൾ മല്ലികാർജുന ഖാർഗെ പറഞ്ഞത് നോ, വി ആർ ഫ്രീ. ഇവിടുത്തെ പാർലമെൻ്ററി പാർട്ടിയിലെ മെജോറിറ്റിയും മൈനോറിറ്റിയും നോക്കി തീരുമാനിക്കാനുള്ള മാൻഡേറ്റ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ, അതനുസരിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ പകൽ വെളിച്ചം പോലത്തെ സത്യമായിട്ട് അന്നത്തെ ആ പാർലമെൻ്ററി പാർട്ടിക്കകത്ത് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു ഭൂരിപക്ഷം. പക്ഷേ വന്നത് വേറെ ആളാണ്, അന്നത് വേറൊരു പേരാണ്. എനിക്ക് അദ്ദേഹത്തിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് പറയുകയല്ല, അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഈ കീഴ്വഴക്കത്തിനെക്കുറിച്ചും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും സുതാര്യമാണ് എന്നുള്ള ഒരു വർത്തമാനം കേരളത്തിലെ പൊതുജനങ്ങളോട് പറഞ്ഞാൽ കേരളത്തിലെ പൊതുജനങ്ങൾ ആ കാര്യത്തിൽ വിശ്വാസത്തിൽ എടുക്കുകയില്ല. തീർച്ചയായിട്ടും അത് പൊതുജനം വിശ്വസിക്കില്ല എന്നുള്ളതിനപ്പുറം കോൺഗ്രസിൽ അത് രമേശ് ചെന്നിത്തലയ്ക്ക് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? കോൺഗ്രസിന്റെ ഒരു ശീലം നമുക്കറിയാം. ഗ്രൂപ്പ് തർക്കങ്ങളുടെ കാര്യത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ നമുക്കറിയാം. അക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല ഇത്രയും കാലം കാത്തിരുന്ന് ഇപ്പോൾ ഒരവസരം വരുമ്പോൾ തനിക്ക് തൻ്റെ ഭാഗത്തേക്ക് അന്നുണ്ടായ ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും അദ്ദേഹം എടുക്കും. അതിനെ പ്രതികാരം എന്ന വാക്ക് തന്നെ എടുക്കാം. അദ്ദേഹത്തിന് ഇപ്പോൾ അന്ന് ഹൈക്കമാൻഡുമായി ചേർന്ന് ആരാണ് അദ്ദേഹത്തിനെതിരെ ഒരു നിലപാടെടുത്ത് വിജയിപ്പിച്ചെടുത്തത്, അവർക്ക് തിരിച്ച് അതേ അവസ്ഥ ഉണ്ടാകുന്ന രീതിയിൽ ഇന്ന് VD സതീശൻ എണ്ണത്തിൽ പിന്തുണയുടെ കാര്യത്തിൽ പുറകോട്ട് നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു. അത് തനിക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള എല്ലാ പണിയും അദ്ദേഹം ഇപ്പോൾ നോക്കുന്നു. ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ ദിവസവും പത്രമെടുത്ത് നോക്കുമ്പോൾ, സമൂഹ മാധ്യമങ്ങൾ എടുത്ത് നോക്കുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ പേര് വരുന്ന രീതിയിലേക്ക് വരുന്നു. അതിന് ഹൈക്കമാൻഡിൻ്റെ KC വേണുഗോപാലിൻ്റെയും പിന്തുണയുണ്ട് എന്ന നിരീക്ഷണം വരുമ്പോൾ അതിനെ എങ്ങനെ കാണണം സാർ? ഇപ്പോൾ അല്ല, അത് ഞാനതിനെ പൂർണ്ണമായും വിശ്വസിക്കില്ല. ആ വാർത്തകളും നിരീക്ഷണങ്ങളിലൊക്കെ ഒരു തരം വീണ്ടും രമേശ് ചെന്നിത്തല വഞ്ചിക്കപ്പെടുമെന്ന ഒരു വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം പയറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരല്ലാത്ത ആരെയെങ്കിലും ഒരാളെ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വലിയ ചർച്ച നടക്കുന്നുണ്ട്, വലിയൊരു ചർച്ചയാണ്. പക്ഷെ ആ ചർച്ച സത്യത്തിൽ ഒരു തരത്തിലും കോൺഗ്രസ് ഇന്നലെ എടുത്തിട്ടുള്ള കാര്യത്തിൻ്റെ മുകളിൽ ലോജിക്കിൽ ഉൾക്കൊള്ളുന്നതല്ല. കാരണം സുധാകരൻ, MK രാഘവൻ, ഹൈബി ഈഡൻ, ശ്രീ കൊടിക്കുന്നേൽ സുരേഷ്,
അതുപോലെ പിന്നെ നമ്മുടെ UDF കൺവീനർ തുടങ്ങിയിട്ടുള്ള മുഴുവൻ MP-മാരും മത്സരിച്ച് കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചപ്പോൾ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മത്സരിക്കാതെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കും അത്തരമൊരു ലോജിക്ക് ബാധകമാകണ്ടേ? അങ്ങനെയാണ് 6 മാസത്തേക്ക് അത് മുഖ്യമന്ത്രി കസേരയെ കുറിച്ചാണെങ്കിലാണ് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ഞാൻ ഈ പറയുന്നത് ഇപ്പോൾ വരുന്ന നിരീക്ഷണങ്ങൾ മുഖ്യമന്ത്രി കസേരയെ മറയാക്കിക്കൊണ്ട് അത് എന്തെങ്കിലും കാരണവശാൽ അത് അധികാരത്തിലേക്ക് എത്തിയില്ലെങ്കിൽ അടുത്ത ചാൻസ് കൂടി നോക്കണമല്ലോ. LDF ആണ് അധികാരത്തിലേക്ക് വരിക എന്നാണ് എല്ലാ സർവേകളും പറയുന്നത്, ഇന്റലിജൻസ് റിപ്പോർട്ടുകളെല്ലാം അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഇനി അധികാരം കിട്ടിയില്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നൊരു സ്ഥാനമുണ്ടല്ലോ, ആ സ്ഥാനത്തിലേക്ക് താങ്കൾ ഈ പറഞ്ഞതുപോലെ MP ആയിരിക്കുന്ന ഹൈക്കമാൻഡിലുള്ള മത്സരിച്ചിട്ടില്ലാത്ത ആൾ വരുന്നതിനേക്കാൾ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരാൾ കൂടി വരികയാണെങ്കിൽ അതും സാധ്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരാൾക്ക് പ്രതികാരം ചെയ്യാനും പറ്റും, അവിടെ ഒരാൾക്ക് തൻ്റെ നിയന്ത്രണം ഇവിടെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതിന് സാധ്യതയില്ലേ ഈ നിരീക്ഷണത്തിന്? അങ്ങനൊരു യുക്തി ഉണ്ടല്ലോ എന്ന് വേണമെങ്കിൽ പറയാമെന്ന് തോന്നിയോണ്ട് ചോദിച്ചതാണ്. അത് തീർച്ചയായിട്ടും അത് ഞാൻ അതിലേക്ക് വരാനിരിക്കുമ്പോഴാണ് ഇതൊക്കെ ഹൈപ്പോത്തറ്റിക്കലാണ് എന്ന് പറഞ്ഞ് തുടങ്ങാനാണ് ഞാൻ പോയെന്നത്. അത് മറ്റത് സംഭവിക്കാനിരിക്കുന്നില്ല. മുഖ്യമന്ത്രി കസേരയല്ല, മുഖ്യമന്ത്രിൻ്റെ ബെഞ്ചും അവിടെയൊന്നും UDF-മായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്നതേ ഇല്ല. അവിടെ നമുക്ക് വളരെ സേഫായി ഏൽപ്പിക്കാൻ കഴിയുന്നത് ഒരു പ്രതിപക്ഷ നേതൃത്വത്തിൻ്റെ സ്ഥാനമാണ്. ആ പ്രതിപക്ഷ നേതൃത്വത്തിനകത്ത് ഇപ്പോൾ നടക്കുന്ന ഈ റീസെൻ്റായിട്ട് 2-3 ദിവസങ്ങൾക്കകം നടന്നിട്ടുള്ള ഒരു ടോപ്സി ടർവി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ആ ഒരു തകിടം മറിച്ചലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞ 21-ലെ തന്നോട് കാണിച്ച ആ ഒരു ഹൈക്കമാൻഡിനെ ഉപയോഗപ്പെടുത്തി തന്നോട് കാണിച്ച കാര്യത്തിൽ ആരോടെങ്കിലും പ്രതികാരം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക എന്നുള്ള നിലപാട് അദ്ദേഹത്തിന് വന്നിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളവും ഹൈക്കമാൻഡിൽ നല്ല ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയുണ്ട് എന്ന് തന്നെയാണ്. ശരി.